ഓം ശാന്തി. ഞാൻ ഇന്ന് ഇക്കാര്യം നിങ്ങളോട് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു പ്രോഗ്രാമിൽ എൻ്റെ മുന്നിൽ വന്ന് കരഞ്ഞ ഒരമ്മേനെ ഞാൻ ഓർക്കുകയാണ്. അത്തരത്തിലുള്ളതായിട്ടുള്ള നിരവധി അമ്മമാരുടെ കണ്ണീരിനെ മുന്നിൽ കണ്ടിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ലോകം മാറിക്കൊണ്ടിരിക്കുന്ന ലോകമാണ്. ദിവസം കഴിയുന്തോറും മനുഷ്യന്മാർക്ക് ജീവിതത്തിലെ തിരക്ക് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാ സാധനങ്ങളും സുഖവും സൗകര്യവും ഉണ്ടായിട്ടും പണ്ട് ബസ്സിന് പോയിരുന്നതിന് പകരം ഇന്ന് എല്ലാ വീട്ടിലും ഒരു സ്വന്തം വെഹിക്കിൾ എന്ന് പറഞ്ഞ പോലെ ആയി തുടങ്ങി. എല്ലാവരും ബൈക്കിൽ ഒരു ഷോപ്പിലേക്ക് പോകണമെങ്കിൽ പോലും ബൈക്കിൽ പറന്നു പോയി തിരിച്ചു വരുന്ന കാലഘട്ടമായി. എത്ര ഫാസ്റ്റായിട്ട് എന്ത് കാര്യവും ചെയ്തെടുക്കാനുള്ള സാധനങ്ങളായി. എല്ലാ രീതിയിലും സയൻസ് ഡെവലപ്പായിട്ടും മനുഷ്യന്മാരുടെ മനസ്സ് അതിനൊപ്പത്തിനൊപ്പം വരാത്തത് കൊണ്ട് തന്നെ ഒന്നിനും മനുഷ്യന് സമയം തികയാത്ത ലോകം. തിരക്ക് കൂടി മാറ്റിവെക്കാനായിട്ട് കണ്ട പല ഘടകങ്ങളൊന്നായിപ്പോയി നമ്മുടെ വയസ്സായ മാതാപിതാക്കൾ. ഞാൻ ഇന്ന് ആ അമ്മയെ ഓർത്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. കഷ്ടപ്പെട്ട് മകനെ വളർത്തി വലുതാക്കി എല്ലാം സ്വന്തമാക്കി കല്യാണം കഴിച്ച ശേഷം ഒരേ ഒരു മകൻ മാത്രമേ അമ്മയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. കല്യാണം കഴിഞ്ഞു, മകനും ഭാര്യയും കൂടി വേറെ താമസമായി. ഇപ്പോൾ അമ്മയ്ക്ക് ഒരു കോണ്ടാക്റ്റ് പോലും മകൻ്റെ അടുത്തുനിന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലുള്ള അമ്മയുടെ കണ്ണുനീര് വന്നപ്പോൾ ഞാൻ ഓർത്തു പോയതാണ്, ഇതിനൊക്കെ കാരണം എന്തായിരിക്കാം? കാരണം പലതുണ്ടായിരിക്കാം. കൊടുത്ത ട്രെയിനിങ്ങിൻ്റെ ആയിരിക്കാം. പാരൻസ് ആണല്ലോ എപ്പോഴും പാരൻസിന് മാതൃകയാവുന്നത്. ഞാൻ എവിടെയോ ഏതോ ഒരു ഡയലോഗ് ഞാൻ കേട്ടതായിട്ട് ഓർമ്മിക്കും. ഒരമ്മയാവുമ്പോഴേ ഒരമ്മയുടെ വിഷമം അറിയൂ, ഒരച്ഛനാവുമ്പോഴേ ഒരച്ഛൻ്റെ വിഷമം അറിയൂ എന്നൊക്കെ. തീർച്ചയായിട്ടും ഒരു കുഞ്ഞ് ജനിച്ച അന്ന് മുതൽ മാതാപിതാക്കളുടെ സന്തോഷം ആ കുട്ടിയുടെ കൂടെയാവുകയാണ്. വലിയ ഓഫീസറായിരിക്കാം, പക്ഷെ വന്നാൽ മകൻ്റെ അടുത്ത് ആന കളിക്കാൻ വേണ്ടി കുട്ടിക്ക് ആനപ്പുറം കയറി നടക്കാനായിട്ട്. കുട്ടി ചിരിച്ചാൽ അച്ഛൻ്റെ അമ്മയുടെയും ചിരിയായി, കുട്ടി കരഞ്ഞാൽ അച്ഛൻ്റെ അമ്മയും വിഷമിക്കായി. അവരുടെ സന്തോഷങ്ങൾ സുഖങ്ങൾ എല്ലാം തന്നെ മക്കൾക്കൊപ്പം വളർന്നു വലുതാവുകയാണ്. മക്കളുടെ സന്തോഷം അസ്തമിക്കുന്നതോടെ, അഥവാ മക്കൾ അച്ഛനമ്മമാരെ വിട്ടുപോകുന്നതോടെ മക്കൾക്ക് അച്ഛനും അമ്മയും കൊടുത്തതായിരിക്കുന്ന ആ സ്നേഹത്തിനും പാലനയ്ക്കും യാതൊരു വിലയില്ലാതാവുകയാണ്. ഞാൻ എവിടെയോ നല്ലൊരു വരി വായിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ പാലിൻ്റെ മാധുര്യം ഞാൻ മറക്കുന്നുവെങ്കിൽ, അച്ഛൻ്റെ നെഞ്ചിൽ ചൂടിനെ ഞാൻ മറക്കുന്നുവെങ്കിൽ ആ മനുഷ്യൻ മനുഷ്യനല്ല എന്ന്. തീർച്ചയായിട്ടും ഈ കേരളത്തിൽ ദിവസം കഴിയുന്തോറും വൃദ്ധസദനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കെ, വളർന്നു വലുതായി കഴിയുമ്പോൾ അച്ഛനും അമ്മയും പരിഷ്കാരമില്ലാത്തവരായിട്ട് മക്കൾക്ക് തോന്നുമ്പോൾ, അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഫാഷൻ ഇല്ല, സ്റ്റാൻഡേർഡ് ഇല്ല എന്ന പേരിൽ തൻ്റെ പാരൻസിനെ കൊണ്ട് എവിടേക്കെങ്കിലും പോവാൻ വേണ്ടി മക്കളെ മടിക്കുന്ന ഒരവസ്ഥ കാണുമ്പോൾ അറിയാതെ ഓർത്തു പോവുകയാണ്, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഈ യാത്രയിൽ അവരുടെ മക്കളായി അവരുടെ മക്കൾ നോക്കുന്ന കാലം വരുമ്പോൾ ഇത്രയ്ക്കെങ്കിലും കിട്ടാനുള്ള സൗഭാഗ്യം അവർക്ക് ഉണ്ടാവില്ല. കാരണം കൊടുത്തതാണ് മനുഷ്യന് തിരിച്ചു വരിക. ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകണമെങ്കിൽ ഒരു 9 മാസമെങ്കിലും ചോര ഊട്ടാതെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാറില്ല. ആ കുഞ്ഞ് വളർന്നു വലുതായിട്ട് 4-5 വയസ്സെത്തും വരെയുള്ള സമയത്ത് ആ കുട്ടിയുടെ മലമൂത്ര വിസർജനങ്ങളും ഉറക്കവും ഊണും എല്ലാം ആധാരമായിരിക്കുന്ന അമ്മയിലും അച്ഛനിലുമാണ്. അവൻ്റെ ലോകം തന്നെ അവരായിരുന്നു. വലുതായി കഴിയുമ്പോൾ അവരെ നെവർ മൈൻഡ് ആക്കിയിട്ട് വൃദ്ധസദനത്തിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടിയും ജീവിക്കുന്ന ലോകത്ത് അച്ഛനും അമ്മയും എത്തി നോക്കരുത് എന്ന് പറയാതെ അവരൊരു വേസ്റ്റായിട്ട് കണക്കാക്കരുത്. അനുഭവത്തിൻ്റെ സമ്പത്താണ് അവർ. ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ യഥാർത്ഥമായിരിക്കുന്ന അപരിഷ്കൃത സംസ്കാരം എന്ന് പറയാം. പരിഷ്കാരി എന്ന് വെച്ചാൽ അർത്ഥം മൂല്യത്തിനനുസരിച്ച് ജീവിക്കുന്നത് എന്നാണ്. അപരിഷ്കൃതൻ എന്ന് വെച്ചാൽ അർത്ഥം മൂല്യമില്ലാതെ ജീവിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പരിഷ്കാരം എന്ന് വെച്ചാൽ അർത്ഥം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മേനെയും മാറ്റി വെച്ച് ഒരു ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന പരിഷ്കാരമല്ല. തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടതായിരിക്കുന്ന ശ്രദ്ധയും പാലനയും കൊടുത്തുകൊണ്ട്, ഇനി ഈവൻ നിങ്ങൾക്ക് ദൂരമായി ജോലിയാണ്, വേറെ സ്ഥലത്ത് പോയേ പറ്റുമെങ്കിൽ ദിവസം ഒരു കോൾ ചെയ്യാൻ നമുക്ക് കുഴപ്പമില്ലല്ലോ, എന്തെങ്കിലും വേണ്ട സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ കുഴപ്പമില്ലല്ലോ. ഈ രീതിയിലെങ്കിലും തൻ്റെ പാരൻസിനോടുള്ള കടമ നിറവേറ്റാതിരിക്കുന്നവർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നാളെ വീണ്ടും നമ്മളും പാരൻസ് ആവും, നമുക്കും മക്കളുണ്ടാവും. ഇന്ന് പറയുന്നു എൻ്റെ സംസ്കാരം മോശമാക്കി മാറ്റും എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എന്ന് പറയുന്നവർ കുറച്ച് കഴിയുമ്പോൾ ഇതേപോലെ ആ കുട്ടിക്കും കുട്ടി ഉണ്ടാകുന്ന സമയത്ത് ഈ അച്ഛനും അമ്മയും വിവരമില്ലാത്തവരാണ് എന്ന ഒരു വാക്ക് കേൾക്കേണ്ടി വരും.
ഒരിക്കലും ഇക്കാര്യങ്ങൾ ചെയ്യരുത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ അങ്ങനെ കണ്ണീരൊഴുക്കുന്ന എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് എൻ്റെ അനിയന്മാരോട് അനിയത്തിമാരോട് ചെറുപ്പക്കാരായ തലമുറകളോട് പറയുകയാണ്, പാരൻസിന് വേണ്ടതായിരിക്കുന്ന കർത്തവ്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ ഡ്യൂട്ടിയാണ്. അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം, വേണ്ടപ്പോൾ അവർക്ക് ശുശ്രൂഷ കൊടുക്കണം, നോക്കണം. ലക്ഷ്യം നമുക്ക് നേടണം, ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തീർച്ചയായിട്ടും ചെയ്യണം. പക്ഷേ ഒപ്പം ആ ലക്ഷ്യത്തിൻ്റെ ഒരു പാർട്ടായിട്ട് അവരെ കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രമിക്കണം. ഓം ശാന്തി.